മുതലപ്പൊഴി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രകൃതി ദുരന്തത്തിലും വറുതിയിലും ദുരിതത്തിലായ തീരദേശത്തെ ചേർത്തു നിർത്താനാകാത്ത സർക്കാരെന്ന പ്രതിപക്ഷം. മുതലപ്പൊഴിയിൽ സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളൊന്നും നടക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുതലപ്പൊഴി കേരളത്തിന്റെ പൊതുവായ വിഷയമെന്നും ഏതെങ്കിലും രാഷ്ട്രീയ പ്രശ്നമല്ല എന്നും മന്ത്രി സജി ചെറിയാൻ മറുപടി നൽകി. മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികളുടെ അപകടമരണവും ദുരന്തവും തുടർക്കഥയാകുമ്പോഴാണ് വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്നത്. അപകടത്തിൽ മരണപ്പെടുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമെന്നും അവരെ സംരക്ഷിക്കാനുള്ള നടപടികൾ സർക്കാർ ചെയ്തു വരികയാണെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. ഇത് കേരളത്തിന്റെ പൊതുവായ പ്രശ്നമാണെന്നും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയമല്ല എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മുതലപ്പൊഴി വിഷയത്തിൽ സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികൾ മന്ത്രി അക്കമിട്ട് നിരത്തി. സാർ, ഞാൻ പറയുന്നത് വളരെ വേഗം 10, 20, 25 ദിവസത്തിനുള്ളിൽ ആ ഡേറ്റ ഞാനോട് വിശദീകരിച്ചു. നമ്മൾ ഗവൺമെന്റ് സമർപ്പിച്ചു. അപ്പോൾ വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് ഇതൊരു ഹരിത ഹാർബറാക്കണമെന്ന് പറഞ്ഞുള്ള നിർദ്ദേശം വന്നു. ആ നിർദ്ദേശം നമ്മൾ തയ്യാറാക്കിയപ്പോൾ സബ്മിറ്റ് ചെയ്തു. അതിനൊരു 10, 15 ദിവസം എടുത്തുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു പഠനം കൂടെ പറഞ്ഞു. അപ്പോൾ CWPRS വീണ്ടും ഏൽപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റ് കൂടി സഹകരിക്കാതെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവർ പറയുന്ന കാര്യം കൂടെ പരിഹരിച്ച് ഒരു 30 ദിവസത്തിനകം ഇതിപ്പോൾ കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ആശങ്ക വേണ്ട. രോഗി മരിച്ചിട്ടും സർജറിയെക്കുറിച്ച് വാചാലനാകുന്ന ഡോക്ടറെ പോലെയാണ് മന്ത്രി സംസാരിക്കുന്നതെന്ന് പ്രമേയ അവതാരകൻ എം വിൻസെന്റ് കുറ്റപ്പെടുത്തി. അവിടെ മണലടിയുന്നതാണ്, അത് നീക്കം ചെയ്യാൻ ഉള്ള നടപടികളിലാണ് ഈ ലാബ്സ് ഉണ്ടായിരിക്കുന്നത്. അത് സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥയാണ്. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ സാർ? സാർ, ഇപ്പോൾ നടക്കുന്നത് എന്താണ് സാർ? സാർ, നമ്മള് ഓടയ്ക്ക് ചാലെടുക്കാൻ വേണ്ടി വെക്കുന്ന JCB വെച്ച് അവിടെ ഡ്രഡ്ജിങ് നടത്തുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ ഹ്രസ്വകാലത്തെയും ദീർഘകാലത്തേക്കുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് നിർദ്ദേശിച്ചു. പുലിമുട്ടിലെ കല്ലും മണ്ണും നീക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാത്തതും ഡ്രഡ്ജിംഗ് നടത്താനാവാത്തതും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. മത്സ്യ ദൗർലഭ്യത്തിനും പ്രകൃതി ദുരന്തത്തിലും തീരം കടുത്ത ദുരിതത്തിലാകുമ്പോൾ സർക്കാരിന് ചേർത്ത് നിർത്താനാകുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സാർ, വട്ടി പലിശയ്ക്ക് പണം മേടിച്ചിട്ടാണ് ഇവരങ്ങ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസമാണ് മത്സ്യലഭ്യതയുള്ളത്. സാർ, അതിനുവേണ്ടി പോകുന്നത് 3 മാസക്കാലത്തേക്കാണ്. ബാക്കിയുള്ള 9 മാസക്കാലം ഈ വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് ജീവിക്കുന്ന പാവങ്ങളാണ്. ഈ കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് സാർ അവർ കടലിൽ പോകുന്നത് എന്നുകൂടി നമ്മൾ അറിയണം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.